അയ്യപ്പേട്ട, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി. അധികാരം പിടിച്ചത് അവർ ചരിത്രത്തിൽ ആദ്യമായിട്ടാണല്ലോ ബി.ജെ.പി. അധികാരത്തിലെത്തുന്നത്. അപ്പോൾ ബി.ജെ.പി. അധികാരം പിടിച്ചത് CPM-ഉം കോൺഗ്രസും ഇതൊരു നിസ്സാരമായി കാണേണ്ടതുണ്ടോ? തുഫേലെ, തിരുവനന്തപുരത്തുകാരനായ ഒരു വ്യക്തി എന്ന രീതിയിൽ തിരുവനന്തപുരത്ത് ജനിച്ച ആളാണ് ഞാൻ. എൻ്റെ ഈ വയസ്സിനിടയിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു അതിശയം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ച അത് തിരുവനന്തപുരത്ത് ബി.ജെ.പിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തകർച്ച അത് CPM-നും ഉണ്ടായിട്ടുണ്ട്, കോൺഗ്രസിനും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ നിസ്സാരപ്പെടുത്തി കാണേണ്ട കാര്യമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി പിച്ചവെച്ച് തുടങ്ങി അതിപ്പോൾ ഒരു കൗമാരത്തിലെത്തി നിൽക്കുകയാണ്. CPM-നെ സംബന്ധിച്ച് പിച്ചവെച്ച് കഴിഞ്ഞു, കൗമാരം കഴിഞ്ഞു, യൗവനം കഴിഞ്ഞു, വാർദ്ധക്യത്തിലെത്തി നിൽക്കുകയാണോ CPM? അല്ലെങ്കിൽ ഒരു പടവൃക്ഷം വലുതായി ആ വൃക്ഷം ചരിയാൻ പോവുകയാണോ എന്ന സംശയം CPM-ലെ അണികൾക്കുണ്ടാവേണ്ട സമയം കഴിഞ്ഞു. കാര്യം ഇതൊരു നിസ്സാര സംഗതിയല്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിക്കുക എന്ന് പറയുന്നത് നിസ്സാര സംഗതിയല്ല. കാര്യം ഈ പറയുന്ന ഇന്ത്യയുടെ മറ്റ് മെട്രോ സിറ്റീസിലൊക്കെ തന്നെ ഇതുപോലെ ആദ്യം ഒരു കോർപ്പറേഷൻ പിടിക്കും, പിന്നീട് അവർ ആ സംസ്ഥാനം അവർ പിടിക്കും. ഡൽഹിയൊക്കെ ഉദാഹരണം. ഇപ്പോൾ അഹമ്മദാബാദ്, ഡൽഹി അങ്ങനെയൊക്കെ നിരവധി സംസ്ഥാനങ്ങൾ ഇവരങ്ങനെയാണ് BJP അങ്ങനെയാണ് പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് BJPയുടെ നമ്മുടെ പ്രധാനമന്ത്രി BJPക്ക് ഈ ഉണ്ടായ നേട്ടത്തിനെ അദ്ദേഹത്തിനെ അറിയിച്ചപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമുണ്ട്. അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ വാക്കുകളാണിത്. പല മെട്രോ സിറ്റീസും പല സംസ്ഥാനങ്ങളിലും അവിടുത്തെ മെട്രോ സിറ്റീസ് ആദ്യം BJP കൈയടക്കും, പിന്നീടാണ് ആ സംസ്ഥാനം മൊത്തം. അപ്പോൾ ഇവിടെ അതിനെ എത്ര കണ്ട് CPM കാര്യമായി എടുക്കുന്നു, കോൺഗ്രസ് കാര്യമായി എടുക്കുന്നുണ്ട്. കാര്യം കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് BJP ആൾറെഡി പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞു. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുമ്പോൾ അവർക്ക് കേരളത്തിൽ കൂടെ കോൺഗ്രസ് ഇല്ലാതാവേണ്ട അത് അവരുടെ ആവശ്യമാണ്. ആരുടെ ആവശ്യമാണ്? BJPയുടെ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഇതിൽ എന്തുകൊണ്ട് CPM തോറ്റു എന്ന് വെച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ BJP അല്ലെങ്കിൽ പോട്ടെ ഏറ്റവും കൂടുതൽ കാലം ഫലിച്ചിട്ടുള്ളത് CPM-ആണ്. ഏറ്റവും കൂടുതൽ കാലം അവിടെ മേയറായിരുന്നത് ആരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നവർ MP പത്മനാഭൻ മേയറായിരുന്നു, ശിവൻകുട്ടി മേയറായിരുന്നു, പ്രശാന്ത് മേയറായിരുന്നു. ഇതിന് മാത്രമല്ല, ഇതിനു മുമ്പും മേയറായിരുന്നവരുണ്ട്. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് MP പത്മനാഭൻ്റെ പേര് പറഞ്ഞു. MP പത്മനാഭന് മുമ്പും കോൺഗ്രസ് ഒരു തവണ, UDF ഒരു തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചിട്ടുണ്ട്. ഒന്നോ രണ്ടോ തവണ. ഏതാണ്ട് 70 വർഷത്തെ പഴക്കം അങ്ങോട്ട് തിരുവനന്തപുരം കോർപ്പറേഷനുണ്ട്. 70-ലധികം വർഷം പഴക്കമുണ്ട്. അപ്പോൾ ഞാൻ ഈ നാട്ടുകാരൻ രീതിയിൽ അവിടെ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ BJP വെറും തുച്ഛമായ സീറ്റിൽ BJPയുടെ സ്ഥാനാർത്ഥികളെ നിർത്തിയപ്പോൾ പരിഹസിച്ചിട്ടുള്ളവരുണ്ട് അവിടുത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ. കോൺഗ്രസിൻ്റെ തകർച്ച BJPയുടെ വളർച്ചയ്ക്ക് 50% സാധ്യതയും CPM-നകത്തുണ്ടായിട്ടുള്ള ഉൾപാർട്ടി രാഷ്ട്രീയത്തിൻ്റെ ഫലമായി CPM എന്ന് പറയുന്ന പാർട്ടി അധികാരത്തിൽ വന്നതിൻ്റെ ഫലമായിട്ട് CPM-നകത്തുള്ള സംഘടന പിഴവാണ് ഇപ്പോൾ BJP ഇവിടെ ജയിച്ചിരിക്കുന്നത്. CPM എന്ന് പറയുന്ന പാർട്ടി കാലാകാലങ്ങളിൽ അവർ അധികാരത്തിൽ വന്നപ്പോൾ സംഘടന തകർന്നു പോയിട്ടുണ്ട്. അത് അവരുടെ വലിയ നേതാക്കളായിട്ടുള്ള മരണപ്പെട്ടു പോയ AKG മുതൽ EMS വരെ അത് പറഞ്ഞിട്ടുണ്ട്. അതായത് പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെക്കാൾ ഈ പറയുന്ന പോലെ നമ്മുടെ സംസ്ഥാനം അല്ലെങ്കിൽ സംസ്ഥാനത്തെ സാധാരണക്കാർ ജനങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനെന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരനായി കാണുകയാണ്. മറ്റുള്ളവർക്ക് കൊടുക്കാത്ത കുറേ മെരിറ്റുകൾ, ചില മുൻവിധികൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് മേൽ നാട്ടുകാർ വയ്ക്കും. ഇല്ലേ? എന്താ തുഫേൽ? തീർച്ചയായിട്ടും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു മെരിറ്റ് കൽപ്പിക്കുന്ന പാർട്ടിയിലെ ആൾക്കാർ ഡൗൺ ടു എർത്ത് ആൾക്കാരോട് പെരുമാറുന്നതിലും സാധാരണക്കാരുടെ കാര്യങ്ങൾ ഇടപെടുന്നതിലുള്ള പരാജയമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പോകാൻ കാരണം. ആര്യ രാജേന്ദ്രൻ എന്ന പ്രശാന്തിന് ശേഷം വന്ന മേയർ എത്ര കണ്ട് സാധാരണക്കാരെ രാജേന്ദ്രൻ അവരല്ല ശരിക്കും ഭരിച്ചത്. അവർക്ക് പിൻസി ഡ്രൈവിംഗിൽ കുറേ പേരുണ്ടായിരുന്നതായിട്ടുള്ള ഒരു അങ്ങനെ. തീർച്ചയായിട്ടും തുഫേൽ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ തുഫേൽ ഈ ഒരു സ്ഥാനത്തെത്തുകയാണ്. തുഫേലിൻ്റെതായ വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വം കണ്ടുകൊണ്ടായിരിക്കും നിങ്ങളെ ആ പോസ്റ്റിലേക്ക് ഒരു സംഘടനയോ അല്ലെങ്കിൽ ആ സ്ഥാപനമോ നിങ്ങളെ ഇരുത്തുന്നത്. നിങ്ങളെ പിൻസീറ്റ് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ വ്യക്തിത്വം പണയപ്പെടുത്തുന്നതല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങളെ ആ ചുമതല ഏൽപ്പിച്ചവരെ അവരെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ ആര്യ രാജേന്ദ്രനെ ഇപ്പോൾ പേരും പരിദോഷവും അവരെ പറയുന്ന ഈ ദോഷമെല്ലാം ആര്യ രാജേന്ദ്രൻ അല്ലാതെ പിൻസീറ്റ് ഡ്രൈവ് ചെയ്യുന്നവരെ പേര് ആരും വെളി വരുന്നില്ലല്ലോ. അവരെല്ലാം ചെയ്യാനുള്ള ചെയ്ത് നാറ്റിച്ചു, അവർ പോയി, അവർക്ക് കിട്ടാനുള്ള ആ താൽക്കാലിക ലാഭം അവർ നേടി.
ഇപ്പോൾ ഗായത്രി ബാബു എന്ന് പറയുന്ന ഒരു കൗൺസിലർ ഈ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആര്യ രാജേന്ദ്രനെതിരെ ഒരു ഫേസ്ബുക്ക് പിന്നീട് നീക്കം ചെയ്തു. അല്ലാതെ ആയിക്കോട്ടെ, പാർട്ടി സമ്മർദ്ദത്തിന്റെ പുറത്താ. പക്ഷേ അവിടെ ഗായത്രി ബാബു പറഞ്ഞതിൽ ഒരു പോയിന്റ് ഉണ്ട്. നിങ്ങൾ മുതിർന്ന നേതാക്കളെ കാണുമ്പോൾ ഉള്ള നിങ്ങളുടെ ഓവർ എന്താ പറയുക, ഓവർ മര്യാദ, നിങ്ങൾ അവരോട് കാണിക്കുന്ന മര്യാദ അത് ഓവറാണ്. നേരെ മറിച്ച് നിങ്ങളെ കാണാൻ പുറത്തു വന്നിരിക്കുന്ന നഗരവാസിയുടെ ആവശ്യം എന്തെന്ന് കേൾക്കാൻ നിങ്ങൾ അവർക്ക് ചെവി കൊടുത്തില്ല. കൂടാതെ സാധാരണ ഒരു സഖാവ് പറയുന്നത് എന്തെന്ന് കേൾക്കാൻ ആര്യ തയ്യാറായില്ല എന്ന്. അത് ശരിയാണ്. കാര്യം ഗായത്രി ബാബു പറയുമ്പോൾ അത് മറ്റൊരു രാഷ്ട്രീയമാണ്. കാര്യം CPM-നകത്തെ ഉൾപാർട്ടി രാഷ്ട്രീയമാണ്. അവരുടെ കുറച്ച് ഭാഗങ്ങൾ അവർ വ്യക്തമാക്കിയെങ്കിലും ഗായത്രി പറഞ്ഞതിൽ കുറേ കാര്യങ്ങളുമുണ്ട്. അപ്പോൾ നമ്മളിതിൽ മനസ്സിലാക്കാനുള്ളത് CPM എന്ന് പറയുന്ന പാർട്ടി നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് തീരെഴുതി കൊടുക്കുമ്പോൾ അടിസ്ഥാനപരമായി CPM-കാർ തോൽക്കുകയാണ്. കേരളത്തിൽ BJP വളരുകയാണ്. വളർച്ചയുടെ, അതായത് ഒരു നീണ്ട ദീർഘദൂര ഓട്ടത്തിൻ്റെ ആരംഭമാണ്. ഒരു ദീർഘദൂര ഓട്ടക്കാരൻ ഗെറ്റ് റെഡി സ്റ്റാർട്ട് എന്ന് ഫിസിലടിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ അവിടെ റെഡിയായി BJP നിൽക്കുകയാണ്. ഈ ഓട്ട മത്സരം ഓടി അവർ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു എന്നുണ്ടെങ്കിൽ അവർ ഗ്രാമങ്ങളിലും വളരെ ശക്തിയായി അവരുടെ ശക്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു മെട്രോ, കൊച്ചി പോലൊരു മെട്രോ അല്ല, പക്ഷേ ഉദ്യോഗസ്ഥരുള്ള നഗരമാണ്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ആസ്ഥാനമാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ സർക്കാർ തീരെഴുതി കൊടുക്കുന്നത് കൈപ്പറ്റുന്നത് ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അവരെല്ലാം ആർക്കാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇലക്ഷനിൽ വോട്ട് ചെയ്തത്? BJPക്ക്. അപ്പോൾ അവർ കാണിക്കുന്ന പാർട്ടി ആഭിമുഖ്യത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഇരുത്തി വാഴ്ത്തുപാട്ട് പാടിയതിൽ എന്തർത്ഥമാണ്? തീർച്ചയായിട്ടും ശരിക്കും അവർ ചതിക്കുകയായിരുന്നു. ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ശരിക്കും ചതിക്കുകയായിരുന്നു CPM എന്ന് പറയുന്ന പാർട്ടിയെ. ഇനിയും അവർക്ക് വാരിക്കോരി കൊടുക്കും. എന്തിനെന്നറിയോ? അവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഒരു നഗരത്തിൻ്റെ മുഖം BJP മാറ്റി എഴുതുമ്പോൾ അത് വെറുതെ ഉണ്ടായ മാറ്റമല്ല. CPM ഇപ്പോഴും പഴയ കുരുടി കഥക് തുറ എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, അവിടെയാണ് നിൽക്കുന്നത്. ഒറ്റ സംശയം, ഈ സംഘടനയെ ദൂരെ നിന്ന് വീക്ഷിക്കുന്ന ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ അന്ന് തന്നെ നമ്മൾ ഈ ചർച്ചയുടെയൊക്കെ നമ്മളിവിടെ ഇരിക്കുന്ന നമ്മുടെ സംസാരത്തിനിടയിലൊക്കെ തന്നെ ഞാൻ തുഫേലിനോട് പറഞ്ഞു, തുഫേലെ, സ്ഥാനാർത്ഥി നിർണയത്തിൽ അമ്പേ പാളിയ ഒരു നിഗമനമാണ് തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇവർക്ക് പാളിച്ച പറ്റി എന്നുള്ളൊരു തെളിവാണ് ഇത്രയും സീറ്റിലേക്ക് അവർ ചുരുങ്ങിപ്പോകാൻ കാരണം. അതിനൊക്കെ ഇവർ പറയുന്ന ഏറ്റവും കൗതുകരമായ കാര്യം, 2-3 ദിവസം മുമ്പ് ദേശാഭിമാനിയിൽ അവരുടെ ദേശാഭിമാനിയുടെ മെയിൻ സ്റ്റോറി അതായിരുന്നു, 1-ാം പേജിൽ. അതായത് കോൺഗ്രസിൻ്റെ വോട്ടുകളൊക്കെ BJPയിലേക്ക് ചോർന്നുകൊണ്ടാണെന്നാണ് ദേശാഭിമാനി. അറിയാമല്ലോ, പാർട്ടി പത്രമാകുമ്പോൾ പിന്നെ അവർക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ദേശാഭിമാനി പറയുന്നത് കോൺഗ്രസ് വോട്ടുകൾ BJPയിലേക്ക് പോയതാണ് BJPക്ക് അധികാരം കിട്ടാൻ കാരണം. പക്ഷെ കോൺഗ്രസ് വോട്ട് പോയെന്ന് പറയാൻ പറ്റില്ല. കോൺഗ്രസ് 9-10 സീറ്റ് ഉണ്ടായിരുന്നു, അവർ 19 സീറ്റാക്കി. 19-20 അല്ലേ? 19 സീറ്റാക്കി. അപ്പൊ അവർ നില വളരെ വളരെ മെച്ചപ്പെടുത്തി. മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് ഒരാഴ്ചക്കും 2 അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. KS ശബരിനാഥിനെ പോലെയുള്ള ഒരു കരിഷ്മയുള്ള നേതാവിനെ അവർ കൊണ്ടുവന്ന് മേയർ സ്ഥാനാർത്ഥിയാക്കി. പിന്നെ K മുരളീധരൻ. ശബരിനാഥൻ മാത്രമല്ല, യുവാക്കളെ ഒരുപാട് ഞാൻ പറയുന്നത്, ശബരിനാഥ് ഒരു ഐക്കണാണല്ലോ, ചാനൽ ചർച്ചകളിലും ഒരു ഫേസ് ആണല്ലോ. അത് മാത്രമല്ല, K മുരളീധരനെ പോലെയുള്ള ഒരു സീനിയർ നേതാവ് അവിടെ ആഴ്ചകളോളം ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചു. അപ്പോൾ കോൺഗ്രസിന് വോട്ട് പോയെന്ന് പറയാൻ പറ്റില്ല. ഇല്ല, തീർച്ചയായിട്ടും. അപ്പോൾ ഇതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, CPM എന്ന് പറയുന്ന പാർട്ടിക്ക് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു സംഘടനയെ നയിക്കുന്ന ഏരിയ കമ്മിറ്റി സെക്രട്ടറിയേക്കാൾ വലുതല്ല ഒരു വാർഡിലെ കൗൺസിലർ ആവുക. എത്ര മുതിർന്ന നേതാക്കളെ, ഇപ്പോൾ ചാലയിൽ അവർ സുന്ദർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി തുച്ഛമായ വോട്ടിനാണ് അദ്ദേഹം തോറ്റത്. എന്തുകൊണ്ട് തോറ്റു? CPM-കാർ തന്നെ അദ്ദേഹത്തെ തോൽപ്പിച്ചു. അത് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ കുന്നുകുടിയിൽ IP ബിനുവിനെ മത്സരിപ്പിച്ചു. IP ബിനു ഒരു യുവ നേതാവാണ്. എന്തുകൊണ്ട് ബിനു തോറ്റു? അവിടെ ബിനു മനസ്സിലാക്കാത്ത കുറേ ഘടകങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. മേരി പുഷ്പം എന്ന് പറയുന്ന കൗൺസിലർ അവിടെ ചെയ്തതെന്ന് വെച്ചാൽ, അവർ കോൺഗ്രസ്സുകാരിയായ കൗൺസിലർ സാധാരണക്കാരനൊപ്പമായിരുന്നു. അല്ലാതെ IP ബിനുവിനെ പോലെ ഉദ്യോഗസ്ഥരുടെ കഴുത്തി കൈയിട്ടല്ല നടന്നത്. ഇപ്പോൾ ദീപക് കഴിഞ്ഞ് ഇന്നിപ്പോൾ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്, ഞങ്ങൾ കരുത്തുറ്റ പ്രതിപക്ഷമായി നിൽക്കുമെന്ന്. ദീപക് എന്ന് പറയുന്ന SFI-കാരനെ, അല്ലെങ്കിൽ ദീപക് എന്ന് പറയുന്ന ഒരു നേതാവിനെ കേരളത്തിൽ എത്ര പേർക്കറിയാം? അതുപോട്ടെ, പേട്ടയ്ക്കകത്തുള്ളവർക്ക് അറിയായിരിക്കും. പേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമുള്ള കുറേ ആൾക്കാർക്കറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം 1500 വോട്ടിന് ജയിച്ചത്. ശരി ആവട്ടെ. പക്ഷേ CPM-നെ സംബന്ധിച്ച് ഇപ്പോൾ ജോയി കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തി, കോസ്റ്റൽ ഏരിയയിലെ വോട്ട്, അതാണ് തുഫേൽ പറഞ്ഞു വന്നത്, കോസ്റ്റൽ ഏരിയയിലെ വോട്ടെല്ലാം മാറിപ്പോയി. അതുപോലെ ഞങ്ങളോട് ചില ബദ്ധശത്രുതയോടുകൂടി BJPയും ചിലരെല്ലാം ഞങ്ങളോട് അങ്ങനെ ചെയ്തു. എന്തുകൊണ്ട് ശത്രുതയുണ്ടായി? കോസ്റ്റൽ ഏരിയ വോട്ട്, കോസ്റ്റൽ ഏരിയ വലിയതുറ, വള്ളക്കടവ്, ഭീമാപള്ളി, വിഴിഞ്ഞം, കണ്ണാന്തുറ, കൊച്ചുവേളി, വെട്ടുകാട്, ഈ പറയുന്ന സ്ഥലങ്ങളെന്നൊക്കെ പറയുന്നത് പണ്ടും കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുന്നവരാണ്. ഇവർക്ക് ഈ ജോയി എന്ന് പറയുന്ന 53 വയസ്സുള്ള അല്ലെങ്കിൽ 54 വയസ്സുള്ള ജോയി പറയുന്ന പോലെ അല്ല.
ജോയി തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങലോ അഴൂരോ മറ്റോ ഉള്ള ആളാണ്. ജോയിക്ക് ആ രാഷ്ട്രീയം തെറ്റിപ്പോയി. കാര്യം കോസ്റ്റൽ ഏരിയയിലെ വോട്ട് ഇവർക്ക് കിട്ടിയിട്ടുള്ളത് ഒരു 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 ഭാഗ്യക്കുറി അടിച്ച പോലെയായിരുന്നു. അല്ലാതെ കോസ്റ്റൽ ഏരിയയിൽ ആരും ഈ പറയുന്ന പോലെ കൈപ്പത്തിക്കൊന്നും അല്ലാതെ വേറെ ആർക്കും കുത്തത്തില്ല. അപ്പം തോക്കുമ്പോൾ ഈ പറയുന്ന നമ്മുടെ സന്ദേശ സിനിമയിലെ പ്രതിക്രിയാവാദവും കൊളോണിയൽ ശക്തികളും എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുന്ന പോലെ ജോയി പറഞ്ഞ് പറ്റിക്കാനൊന്നും നോക്കരുത്. കാര്യം രാഷ്ട്രീയം പഠിക്കുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥികളായ എന്നെപ്പോലുള്ള ആൾക്കാർക്ക് അത് മറുത്ത് പറയാൻ കഴിയും. കാരണം കോസ്റ്റൽ ഏരിയയിലെ വോട്ടല്ല നിങ്ങൾ തോറ്റത്. നിങ്ങളുടെ എതിർശക്തികൾ നിങ്ങളെ ശത്രുക്കളായി കണ്ടെങ്കിൽ നിങ്ങളുടെ മുഖ്യമന്ത്രി, അതായത് നിങ്ങളുടെ പാർട്ടിക്കാരൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹം ജനങ്ങളെ എത്ര വെറുപ്പിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങളുടെ പാർട്ടിക്കകത്ത് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒരു സുന്ദരനെ നിർത്തി തോറ്റു, ബിനു തോറ്റു, എന്തുകൊണ്ട് വഞ്ചൂർ ബാബു ജയിച്ചു? അതും ഒരു ചിന്തിക്കാത്തത്. വഞ്ചൂർ ബാബു ഒരു ഏരിയ കമ്മിറ്റി ഒരു ഏരിയയുടെ സെക്രട്ടറിയാണ്. എന്നിട്ട് അദ്ദേഹത്തിന് അവർ നിർത്തിയല്ലോ. AK സെന്ററിക്കുന്ന കുന്നുകുഴി പാർട്ടിക്ക് നഷ്ടപ്പെട്ടല്ലോ. കരിക്കകം BJPയുടെ കയ്യിൽ നിന്ന് അവർ തിരിച്ചു പിടിച്ചല്ലോ. അപ്പോൾ സ്ഥാനാർത്ഥി നിർണയം ഒരു വലിയ ഘടകമാണ്. പാർട്ടി ഇപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞു വന്നത് വിഷയം, അത് മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പറയാം. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഒരു കമ്മിറ്റി കൂടാൻ പോലും പറ്റാത്ത രീതിയിൽ സഖാക്കൾ തമ്മിൽ വാടാ പോടാ വിളിയിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. അത് മറ്റൊരു വിഷയമാണ്. അത് നമുക്ക് മറ്റൊരു വിഷയമായി നമുക്ക് സംസാരിക്കാം. ഇവിടെ കേവലം തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചു എന്ന് CPM തള്ളിക്കളയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നേരെ CPM തന്നെ വെച്ച് നീട്ടിക്കൊടുത്ത ഒരു തളികയാണ്. നിങ്ങൾ ഇതാ ഇരുന്നോളൂ എന്ന് CPMന്റെ മേൽഘടകത്തിൻ്റെ നിർദ്ദേശം, അല്ലെങ്കിൽ ഇടയ്ക്കുള്ള സംഘടനാ നിർണയത്തിൽ ജില്ലാ ഘടകം എടുത്ത തീരുമാനം, അത് മേൽഘടകവും അറിഞ്ഞു കാണും, അല്ലെങ്കിൽ ജില്ലാ ഘടകം എടുത്ത മണ്ടൻ സ്ഥാനാർത്ഥി നിർണയ തീരുമാനങ്ങൾ ആണ് ഈ തോൽവിക്ക് കാരണം. ആ തോൽവി വലിയ തോൽവിയാണ്. കോൺഗ്രസ് അത് വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. കോൺഗ്രസ് 19 സീറ്റിൽ കിണഞ്ഞ് ശ്രമിച്ചിട്ട് എത്തിയതേ ഉള്ളൂ. അവിടെ അവരിനി അടുത്ത 5 കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ 19 പോലും ചിലപ്പോൾ കിട്ടില്ല. അത്ര കണ്ട് BJP വളരും. BJPയുടെ കയ്യിലേക്ക് കിട്ടിയിരിക്കുന്ന ഒരു വളരെ വലിയൊരു ഉപഹാരമാണ്. അവർ ഈ തിരുവനന്തപുരം നഗരം എങ്ങനെ ചെയ്യാൻ പോകണമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും നരേന്ദ്രമോദി എന്ന് പറയുന്ന BJPയുടെ വലിയ നേതാവ്, സമുന്നതനായ നേതാവ്, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, അദ്ദേഹത്തിന് ദീർഘവീക്ഷണമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഇതുപോലെ മക്കളെ ഞങ്ങൾ ഈ കേരളവും കൊണ്ടുപോകും. അന്ന് ഭ്രഷ്ടം ചൊറിഞ്ഞിരിക്കാനേ ഈ പറയുന്ന വരട്ടുവാദികളായ സഖാക്കൾക്ക് ഭാവിയിൽ ഒരു 10-20 വർഷം കഴിയുമ്പോൾ കോൺഗ്രസും CPMും സഖ്യമായിട്ടൊക്കെ മത്സരിക്കേണ്ടി വരും. ചിലപ്പോൾ അവർ ഒരുമിച്ച് പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും. അപ്പോൾ വരട്ടുവാദികൾ ഭ്രഷ്ടവും ചൊറിഞ്ഞിരിക്കേണ്ടി വരും ഇത് കണ്ടിട്ട്. കാര്യം ഇപ്പോഴും തങ്ങളാണ് ബുദ്ധിമാന്മാർ, തങ്ങൾ പറയുന്നതാണ് ശരി. ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന സഖാക്കൾ, സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ എന്ന് പറഞ്ഞൊരു വാക്കിൽ തൂങ്ങിയ അസഹിഷ്ണുക്കളായ ഇവിടുത്തെ സഖാക്കൾ അവരിത് മനസ്സിലാക്കിയാൽ, ഇല്ലെങ്കിൽ ബംഗാളിൽ കുഴിച്ചു മൂടപ്പെട്ടതുപോലെ ഈ പാർട്ടി കേരളത്തിലും കുഴിച്ചു മൂടും. അതിന് മരുന്നൊരുക്കുന്നത് എവരാണെന്ന് നമുക്ക് പറയേണ്ടി വരും. CPM ആണ് എന്ന് പറയേണ്ടി വരും.